അല്ല, എൻ്റെ FB പോസ്റ്റ് അതിന് വ്യക്തിപരമായി ആർക്കെങ്കിലും എതിരുള്ള വിമർശനമായി കാണേണ്ടതില്ല. ഞാൻ വ്യക്തിപരമായി ആരുടെ പേരും പരാമർശിച്ചിട്ടില്ല. അത് അധികാരത്തിലിരിക്കുന്നവർ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ നിലപാടല്ല. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോൾ എടുത്ത നിലപാടിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സമുദായ നേതാവായി കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു സാമ്പത്തിക കുറ്റവാളിയാണ്. ഗൾഫിൽ ചെക്ക് കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടന്ന ഒരാളാണ്. അന്ന് പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് കത്തെഴുതിയാണ് അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് അതിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ വിമർശനത്തിൽ മാറ്റമില്ല. അത് ഈ പറയുന്ന അത്തരം ആളുകളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മന്ത്രിമാരുടെ ഓഫീസിലേക്ക് ഏത് പൗരനും കടന്നു വരാം. പക്ഷേ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളൊരു മെസ്സേജ് പുറത്തേക്ക് ഉണ്ടാകുന്നത് ഗുണകരമല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനകത്ത് എൻ്റെ നിലപാടാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് വ്യക്തിപരമായി ആരെയും പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു സമുദായ നേതാവല്ല, NDAയുടെ ഘടകകക്ഷിയുടെ നേതാവാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ ബഹിഷ്കരിക്കണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം SNDP യോഗത്തിൻ്റെ ആൾ എന്നതിനേക്കാൾ NDAയുടെ ഘടകകക്ഷിയുടെ നേതാവാണ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ് എന്നതിൽ കവിഞ്ഞ് ഒരു സാമ്പത്തിക കുറ്റവാളിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല, ഉണ്ടാകാനും പാടില്ല. അത്തരം മെസ്സേജുകൾ കഴിഞ്ഞ 10 വർഷം നമ്മളെടുത്ത നിലപാടിനെ റദ്ദ് ചെയ്യുന്നതാകരുത്. ആ നിലപാടിൽ, അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത്തരം നിലപാടുകളിൽ മാറ്റമില്ല എന്ന എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമാണ് മാത്രമാണ് നടത്തിയത്. അത് ആർക്കെങ്കിലും എതിരായുള്ള വ്യക്തിപരമായ വിമർശനമായി ഇതിനെ കാണേണ്ടതില്ല.